എന്നോടുള്ള ദൂത് നിറവേറ്റാൻ ദൈവത്തിന് ആരുടെയും സഹായം വേണ്ട. ഹാഗാർ സാറയുടെ പീഡനം ഭയന്ന് മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരു ദൂതൻ അവളെ കൈകാട്ടി നിർത്തി. ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ ദൂതൻ അവളോട് പറഞ്ഞ ദൂതാണ്, നിൻ്റെ വയറിലുള്ള ഈ തലമുറയെ, നീ ഉദരത്തിൽ ചുമക്കുന്ന ഈ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. അവൻ എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ള ജാതിയായിത്തീരും. നീ മടങ്ങിപ്പോയി നിൻ്റെ യജമാനത്തിക്ക് കീഴിലായിരിക്കുക. അവിടേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഹാഗാറിൻ്റെ ഹൃദയത്തിലൊരു സ്വപ്നമുണ്ട് കേട്ടോ. ഹാഗാറിൻ്റെ ഹൃദയത്തിലൊരു ചിന്തയുണ്ട്. എന്തായിരിക്കാം ഹാഗാറിൻ്റെ ഹൃദയത്തിലുള്ള ചിന്ത? നിശ്ചയമായും അബ്രഹാമിന് മറ്റു മക്കളില്ലാത്തതുകൊണ്ട് ഈ വയറിൽ കിടക്കുന്ന ഈ തലമുറയെ അനുഗ്രഹിക്കും എന്ന് ദൂതൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ആലോചനയാണ്. അബ്രഹാം ഏതായാലും തൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ തന്നെ ഇശ്മായേലിന് കൈമാറും എന്നവൻ ജനിച്ചു കഴിഞ്ഞപ്പോഴും ബോധ്യമാണ്. പക്ഷേ ഇസഹാക്ക് അപ്പുറത്ത് സാറയിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആശങ്കയുണ്ടായെങ്കിലും നിശ്ചയമായും ആദ്യജാതനുള്ള അവകാശം ദാസി പ്രസവിച്ചവനെങ്കിലും ഇശ്മായേലിന് കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ദൂത് അവിടെ നിൽക്കെ, സാഹചര്യങ്ങൾ അങ്ങനെ നിൽക്കെ, ഒരു ദിവസം എല്ലാം കൊടുക്കുമെന്ന് കരുതി അബ്രഹാം കൊടുത്തുവിട്ടത് ഒരു തുരുത്തി വെള്ളവും അടയും മാത്രമാണ്. ആ ഒരു തുരുത്തി വെള്ളവും അടയും മാത്രമായി ഹാഗാർ മരുഭൂമിയിലൂടെ ഉഴന്നു നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും അവൾ മറന്നു കളഞ്ഞു. അവൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: കർത്താവേ, അവൻ്റെ മരണം കാണാൻ എനിക്ക് വയ്യ. ഒരു അമ്പിൻപാട് ദൂരത്ത് ആ കൗമാരപ്രായക്കാരനായ കുഞ്ഞിനെ ഇട്ടിട്ട് മാറിയിരുന്ന് കരയുന്ന ഒരമ്മയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ ആലോചന നിറവേറ്റാൻ ദൈവത്തിന് അബ്രഹാമിൻ്റെ പേഴ്സിൻ്റെ ആവശ്യമില്ല. നമ്മെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ മറ്റൊരാളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടണ്ട. ഉറവിടം ദൈവമാണ്, സ്രോതസ്സും ദൈവമാണ്. മറ്റൊരാളെ ഉറവിടമാക്കിക്കൊണ്ടായിരിക്കില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്നത്. അതുകൊണ്ട് മറ്റൊരാൾ സഹായിച്ചില്ലെന്നോ മറ്റൊരാൾ എനിക്ക് വേണ്ടി നിന്നില്ലെന്നോ എന്നോർത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. അവിടെ ആ മരുഭൂമിയിൽ ഒരു വില്ലാളിയായി ഇശ്മായേലിനെ വളർത്തിയത് അബ്രഹാമിൻ്റെ സമ്പത്തല്ല, അബ്രഹാമിൻ്റെ അനുഗ്രഹവുമല്ല. സ്വർഗത്തിലെ ദൈവം ദൂതൻ മുഖാന്തരം ഹാഗാറിനോട് കൈമാറിയ ആലോചനയാണ് ഇശ്മായേലിനെ മരുഭൂമിയിൽ ഇങ്ങനെ വളർത്തിയെങ്കിൽ ഇന്നത്തെ ഈ സമകാലിക ചരിത്രം ഇശ്മായേലിൻ്റെ സന്തതി പരമ്പരകളുടെ വളർച്ചയാണ് നമ്മുടെ കണ്ണിന് മുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അതൊരു സാധ്യതയുമില്ലാത്ത, ഒരു സാഹചര്യമില്ലാത്തിടത്ത് ദൈവത്തിൻ്റെ ആലോചന മുഖാന്തരമുള്ള വളർച്ചയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സഹായിക്കാൻ ആരും കാണില്ല. ഒരുപക്ഷെ ഒറ്റപ്പെടുത്തുന്ന നിരവധി ആളുകൾ കാണും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ദൈവം നിശ്ചയമായും നിങ്ങളെ സഹായിച്ചിരിക്കും.